അസത്യങ്ങൾ മാത്രം പറയുന്ന കോൺഗ്രസ്, വസ്തുതകളിലൂടെ അത് കൃത്യമായി പൊളിച്ചെടുക്കുന്ന ഇടതുപക്ഷം, പറഞ്ഞതെല്ലാം പൊള്ളയാണെന്ന് ജനം തിരിച്ചറിയുമ്പോൾ അടുത്ത നുണ തേടിപ്പോകുന്ന UDF. ഇതാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം. ഷൗക്കത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി നുണകൾ ആവർത്തിച്ചു പറയുന്ന ഗീബൽസിയൻ തന്ത്രവുമായി ഇറങ്ങിയ കോൺഗ്രസിന് പക്ഷേ അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. മലപ്പുറം ജില്ലയെ മതവൽക്കരിച്ച് ഇരവാദം പറഞ്ഞ് CPIM-നെ ആക്രമിക്കാനാണ് ആദ്യം കോൺഗ്രസ് ശ്രമിച്ചത്. മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ ഇടതുപക്ഷം അപമാനിക്കുകയാണെന്ന് പറഞ്ഞ കോൺഗ്രസ് പക്ഷേ ചരിത്രം മറക്കുകയാണ് ചെയ്തത്. എന്നാൽ മലപ്പുറം ജില്ലയെ അതിന്റെ രൂപീകരണത്തെ പോലും എതിർത്തിരുന്നവർ കോൺഗ്രസ് ആയിരുന്നു. മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്ത് കോഴിക്കോട് DCC സെക്രട്ടറി ആയിരുന്ന ആര്യാടൻ മുഹമ്മദ് മലപ്പുറം എന്ന ജില്ല രൂപീകരിക്കപ്പെട്ടാൽ അതൊരു കുട്ടി പാകിസ്ഥാൻ ആകുമെന്ന് നടത്തിയ പ്രസ്താവന ഉൾപ്പെടെ ചരിത്ര സത്യങ്ങൾ പുറത്തെത്തിയപ്പോൾ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള അസത്യ പ്രചരണത്തിന്റെ ഭാണ്ഡം പൂട്ടിക്കെട്ടുകയായിരുന്നു കോൺഗ്രസ്. പിന്നീട് വർഗീയതയുടെ വിഷക്കാർഡാണ് കോൺഗ്രസ് മണ്ഡലത്തിൽ ഇറക്കിയത്. കേരളം ഉണ്ടായ കാലം തൊട്ട് മാസപ്പിറവിക്കനുസരിച്ച് മാറ്റുന്ന പെരുന്നാൾ അവധി മാറ്റിയതിനാലാണ് വിഷം കലർത്താൻ കോൺഗ്രസ് ശ്രമിച്ചത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ചാൽ അത് കേരളത്തിന്റെ മതേതര മനസ്സ് അംഗീകരിക്കില്ലെന്ന് പക്ഷേ കോൺഗ്രസിന്റെ കനകോലുമാർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. വർഗീയതയും വിഷപ്രചരണവും കഴിഞ്ഞ് സാധാരണക്കാരനെ കൈക്കൂലിക്കാരനായി ചിത്രീകരിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം പേരും കൈക്കൂലിക്കാരാണെന്ന പരാമർശമായിരുന്നു കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ നടത്തിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പൊ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 ഗഡു, ഇനിയിപ്പം വരുമായിരിക്കും, ചിലപ്പോ എവിടെയെങ്കിലും പറയൂ 2 ഗഡു 1 ഗഡു. സാധാരണക്കാരന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത കോൺഗ്രസ് അത് കൈവിട്ടുപോയെന്നറിഞ്ഞപ്പോൾ അടുത്ത കള്ളപ്രചാരണവുമായി രംഗത്തെത്തി. UDF ഭരണകാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വന്നിട്ടില്ലെന്ന പ്രചരണമാണ് അടുത്തതായി ഇറക്കിയത്. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ വരുത്തിവെച്ച 18 മാസത്തെ കുടിശ്ശിക പിന്നീടെത്തിയ ഇടതുപക്ഷ സർക്കാരാണ് തീർത്തതെന്നും 600 രൂപയിൽ നിന്ന് ക്ഷേമ പെൻഷൻ 1600 രൂപയാക്കിയതും LDF ഗവൺമെന്റ് ആണെന്നുമുള്ള വസ്തുത നുണ പറയുന്നതിനു മുമ്പ് കോൺഗ്രസ് വിസ്മരിച്ചു പോയിരുന്നു. അങ്ങനെ പറഞ്ഞ കള്ളങ്ങളെല്ലാം പാളി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നപ്പോഴാണ് ഒരു ദാരുണ സംഭവം മണ്ഡലത്തിലുണ്ടായത്. കോൺഗ്രസിനുള്ളിലെ കഴുകന്മാർ ഉണർന്നു. മരണത്തെ കൊത്തിവലിച്ച് വോട്ടാക്കാനുള്ള വ്യഗ്രതയിൽ അവർ ഒരു തെരുവിലേക്ക് ഇറങ്ങി. കോൺഗ്രസ് പ്രവർത്തകൻ അനധികൃതമായി വെച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് 15 വയസ്സുകാരൻ മരണമടഞ്ഞതിനെ അവർ ആഘോഷമാക്കി. ഹോസ്പിറ്റലിലേക്കുള്ള റോഡ് പ്രതിഷേധം എന്ന നിലയിൽ ഉപരോധിച്ചു. സമര നാടകത്തിനിടയ്ക്ക് ആഘോഷപൂർവ്വം ഫോട്ടോ എടുത്ത് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല സാമൂഹിക മാധ്യമങ്ങളിലും ഇട്ടു. മരണത്തെയും വോട്ടാക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമത്തിനെതിരെ ജനരോഷം ഉയർന്നതോടെ ഉയർന്നു വന്ന വിഷപ്പത്തി താഴ്ത്താൻ കോൺഗ്രസ് നിർബന്ധിതമായി. ഈസി വാക്കായിരിക്കും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ജയമെന്ന് വിചാരിച്ചിരുന്ന കോൺഗ്രസിന്റെ അത്യാഗ്രഹങ്ങൾക്കേറ്റ അടിയായിരുന്നു M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം. അതോടെ സമനില തെറ്റിയ കോൺഗ്രസ് നേതൃത്വം പ്രചാരണത്തിനായി നുണകളുടെ ഭാണ്ഡക്കെട്ടഴിച്ചു. ആവർത്തിച്ചാവർത്തിച്ച് നുണകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഗീബൽസിയൻ തന്ത്രമാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കുന്നത്. അസത്യ പ്രചാരണങ്ങളുടെ അപ്പോസ്തലന്മാരായി മാറിയ കോൺഗ്രസിന്റെ കഴുകൻ ബുദ്ധിയിൽ ഇനിയും വിരിയും അല്പത്തരങ്ങൾ. എന്നാൽ എത്രയോ ദുരന്തങ്ങളെ അതിജീവിച്ച, വിദ്വേഷ പ്രചരണങ്ങൾ പൊരുതി തോൽപ്പിച്ച കേരളത്തിലെ ജനത ഈ ദുരന്തവും അതിജീവിക്കും.